നമസ്കാരം. ഇറാനിലെ കമാൻഡ് സെന്ററുകളും എണ്ണക്കപ്പലുകളും ലക്ഷ്യമിട്ട് അമേരിക്കയുടെ വ്യോമാക്രമണം. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ പുതിയതായി നിയമിക്കരുതെന്ന് കേന്ദ്ര നിർദ്ദേശം. അതേസമയം രാജ്യത്ത് ആദ്യമായി ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ പാചകവാതക സിലിണ്ടർ ഹോം ഡെലിവറി സേവനത്തിന് സ്വിഗ്ഗിയും ഹിന്ദുസ്ഥാൻ പെട്രോളിയവും കൈകോർക്കുന്നു. കൊച്ചിയിൽ അൽ റീം ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം ഷിഗല്ല ബാക്ടീരിയയാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ കമാൻഡ് സെന്ററുകളും എണ്ണക്കപ്പലുകളും ആക്രമിച്ച അമേരിക്ക ഇറാനെതിരെ തങ്ങളുടെ ഏറ്റവും പുതിയ വ്യോമാക്രമണ പരമ്പര പൂർത്തിയാക്കിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനിലെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയാണ് US സേന ലക്ഷ്യമിട്ടത്. എന്നാൽ US ആക്രമണത്തിന് മറുപടിയായി കുവൈറ്റിലെ സൈനിക താവളത്തിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. തങ്ങളുടെ നസർ 2 ദൗത്യത്തിൻ്റെ 8ാം ഘട്ടമായാണ് ഈ ആക്രമണം നടന്നതെന്നും US സേനയുടെ സീറാം റഡാറും സൈനികർ തമ്പടിച്ചിരുന്ന കേന്ദ്രവുമാണ് ലക്ഷ്യമിട്ടതെന്നും IRGC ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജോർദനിലെ അസ്രഖ് വ്യോമതാവളത്തിൽ പ്രവർത്തിക്കുന്ന US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാനിയൻ സൈന്യം അവകാശപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ പുതിയതായി നിയമിക്കരുതെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ കപ്പൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകി. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഈ നിയന്ത്രണം തുടരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കപ്പൽ ഉടമകൾ, കപ്പൽ മാനേജ്മെൻറ്റ് കമ്പനികൾ, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് പ്ലേസ്മെൻറ്റ് സർവീസ് ലൈസൻസ് കമ്പനികൾ എന്നിവർക്കാണ് DGM നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ സുരക്ഷാ ഭീഷണി വർദ്ധിച്ചതും വാണിജ്യ കപ്പലുകൾക്കെതിരായ ആക്രമണങ്ങൾ കൂടിയതുമാണ് മുൻകരുതൽ നടപടിക്ക് കാരണം. പേർഷ്യൻ ഗൾഫ്, ഹോർമൂസ് കടലിടുക്ക്, സമീപ സമുദ്രപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന കപ്പലുകളുടെ ക്യാപ്റ്റന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും DGMA നിർദ്ദേശിച്ചു. പാചകവാത സിലിണ്ടറുകളുടെ ഉപഭോക്താക്കളുടെ വീടുകളിൽ എത്തിക്കുന്നതിനായി സ്വിഗ്ഗിയും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും കൈകോർക്കുന്നു. ഇ-കൊമേഴ്സ് ആപ്പ് വഴി രാജ്യത്ത് ഇത്തരമൊരു ഡെലിവറി സർവീസ് ആരംഭിക്കുന്നത് ഇതാദ്യമായാണ്. ഇറാൻ US സംഘർഷത്തെ തുടർന്ന് പാചകവാതക വിതരണത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ടുകൾ വന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് പദ്ധതിയുടെ തുടക്കം. സാധാരണ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം സിലിണ്ടറുകൾക്ക് പകരം 5 കിലോഗ്രാം, 10 കിലോഗ്രാം സിലിണ്ടറുകളാണ് വീട്ടിലെത്തിച്ച് നൽകുകയെന്ന് കമ്പനികൾ അറിയിച്ചു. ഈ സിലിണ്ടറുകൾ വാങ്ങാൻ ഉപഭോക്താക്കൾക്ക് നിലവിൽ HP ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ആദ്യഘട്ടത്തിൽ ബംഗളൂരുവിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന ഈ സേവനം പിന്നീട് മറ്റു നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കും. സിലിണ്ടറുകളുടെ വില വിവരങ്ങൾ കമ്പനികൾ വെളിപ്പെടുത്തിയിട്ടില്ല. ISROയിൽ ശാസ്ത്രജ്ഞരുടെ കൂട്ടരാജി എന്ന റിപ്പോർട്ട്. ഏതാനും മാസങ്ങൾക്കിടെ 120ഓളം ശാസ്ത്രജ്ഞരെങ്കിലും രാജിവെച്ചെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. ഇതോടെ പ്രധാന ദൗത്യങ്ങളിൽ പങ്കാളികളായ ശാസ്ത്രജ്ഞരുടെ രാജി സ്വീകരിക്കുന്നതിലും മറ്റു കേന്ദ്ര ബഹിരാകാശ വകുപ്പ് നിബന്ധനകൾ കർശനമാക്കിയതായും ഇത് സംബന്ധിച്ച് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഗഗയാൻ ദൗത്യത്തിലടക്കം പങ്കാളികളായ ശാസ്ത്രജ്ഞരാണ് VRS എടുക്കുകയോ രാജിവെക്കുകയോ ചെയ്തിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ബംഗളൂരുവിലെ UR റാവു സാറ്റലൈറ്റ് സെൻറ്ററിൽ നിന്നും മാത്രം 80ഓളം പേരാണ് ജോലി വിട്ടത്. VSCയിൽ നിന്നും 220ഓളം പേരും ജോലിയിൽ നിന്ന് രാജിവെച്ചു. മാസങ്ങൾക്കിടെ 120 ശാസ്ത്രജ്ഞരെങ്കിലും ജോലി വിട്ടതായും ഒരുപക്ഷെ ഇനിയും കൂടുതൽ പേർ ജോലി വിട്ടേക്കാമെന്നും റിപ്പോർട്ടിലുണ്ട്. ഗഗയാൻ പോലെയുള്ള പദ്ധതികളിൽ അംഗങ്ങളായവരുടെ രാജിയോ VRS അപേക്ഷയോ ഇനി സാധാരണ നടപടിക്രമങ്ങൾ അനുസരിച്ച് സ്വീകരിക്കില്ലെന്നാണ് പുതിയ സർക്കുലർ. പദ്ധതികൾ പൂർത്തിയാകുന്നവരെ ഇവരുടെ അപേക്ഷകൾ സ്വീകരിക്കേണ്ടെന്നും സെൻട്രൽ ഡയറക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമനക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖകൾ നൽകാനാവില്ലെന്ന് PSC. രേഖകൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ നിയമപരമായി നേരിടാനാണ് PSCയുടെ തീരുമാനം. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ രേഖകൾ നൽകാനായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. പരീക്ഷയിലെ 3ാം റാങ്കുകാരനായ ശ്യാം കൃഷ്ണനാണ് വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നത്. സംസ്ഥാന പ്ലാനിംഗ് ബോർഡിലെ 3 ചീഫ് തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷയിലാണ് ക്രമക്കേട് ആരോപണം ഉയർന്നത്. ഈ പരീക്ഷയിൽ 3
5 റാങ്കുകൾ നേടിയ ഉദ്യോഗാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച മാർക്കിൽ സംശയം തോന്നി വിവരാവകാശ നിയമപ്രകാരം ഉത്തരപേപ്പറുകളുടെ പകർപ്പ് എടുത്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പരീക്ഷയിലെ ആകെ 100 മാർക്കിൽ 58 മാർക്ക് വരുന്ന 10 വിവരാത്മക ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെയാണ് PSC റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും കണ്ടെത്തി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ KSEBിക്ക് ആശ്വാസം. 200 മെഗാവാട്ട് വൈദ്യുതി സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. 25 വർഷത്തേക്കുള്ള കരാറിലാണ് ഇരുവരും ഒപ്പുവയ്ക്കുക. വൈകുന്നേരങ്ങളിൽ വൈദ്യുതിയുടെ ഉയർന്ന ഉപയോഗം സമയത്ത് അനുഭവപ്പെടുന്ന കടുത്ത ക്ഷാമം പരിഹരിക്കാൻ പുതിയ കരാർ സഹായകരമാകും എന്നാണ് വിലയിരുത്തൽ. കേരളത്തിന് യൂണിറ്റിന് 2.93 രൂപ എന്ന താരതമ്യേന കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാകും. വെൽസ്പൺ റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും വാങ്ങുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് 7 പൈസ ട്രേഡിംഗ് മാർജിൻ ചേർത്താണ് സെക്കി KSEBിക്ക് കൈമാറുക. സലാല കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് പുനരാരംഭിക്കുന്നു. ആഗസ്റ്റ് 2 മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. വ്യാഴം ഞായർ ദിവസങ്ങളിൽ രാവിലെ 10:05 പുറപ്പെടുന്ന വിമാനം 12:35 സലാലയിലെത്തും. തിരിച്ച് 1:35 സലാലയിൽ നിന്നും തിരിക്കുന്ന വിമാനം 7:25 കൊച്ചിയിലെത്തുക. കോഴിക്കോട്ടേക്ക് ജൂലൈ മുതൽ ആഴ്ചയിൽ 2 സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു. കൊച്ചി കത്രിക്കടവ് അൽറീം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം ഷിഗല്ല ബാക്ടീരിയയാണെന്ന് ആരോഗ്യവകുപ്പ്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ 15 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 3 പേരിൽ രോഗകാരണം ഷിഗല്ല ബാക്ടീരിയയാണെന്ന് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പൊന്നുരുന്നി, നെട്ടൂർ, മലയിടം തുരുത്ത് സ്വദേശികളിലായാണ് ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവത്തിൽ അൽറീം ഹോട്ടലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് സംഘം ഹോട്ടലിൽ പരിശോധന നടത്തി. ഹോട്ടലിൽ നിന്നും നേരത്തെ ഭക്ഷണം കഴിച്ചവരിൽ 8 പേർ കൂടി ഇന്നലെ കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവരിൽ 2 കുട്ടികളെ അഡ്മിറ്റ് ചെയ്തു. വൈറ്റിലെ മറ്റൊരു ആശുപത്രിയിൽ 2 പേർ കൂടി ചികിത്സയിലുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. ഞായറാഴ്ച വരെ നേരിയതോ മിതമായോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ ഒരു ജില്ലകളിലും ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാൾ ഉൾക്കടലിന് അതിനോട് ചേർന്നുള്ള തെക്കൻ ബംഗ്ലാദേശിന് മുകളിലായി നിലനിന്നിരുന്ന ചക്രവാത ചുഴി വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരങ്ങൾക്ക് മുകളിലായി ഒരു ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാനും വടക്കൻ ഒഡീഷയ്ക്കും പശ്ചിമ ബംഗാളിലും ഗംഗാ സമതലങ്ങൾക്കും കുറുകെ വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ഈ മാസം 19 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും ഉയർന്ന താപനില സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 13,135 രൂപയും 1 പവൻ സ്വർണ്ണത്തിന് 1,05,080 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10,790 രൂപയും പവന് 86,320 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 235 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.